ഹാപ്പി പൂരാടം. അപ്പം ഞങ്ങളിന്ന് ചമ്മി പോയൊരു ദിവസമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇതാ പൂവൊക്കെ ഇട്ടു. ഇന്ന് ഫുള്ള് വീട്ടിലുണ്ടായിരുന്ന പൂക്കൾ തന്നെയായിരുന്നു കേട്ടോ. വീട്ടിലും നാട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന പൂക്കൾ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇട്ടതാണ്. നല്ല സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ ഇട്ടപ്പോൾ. നല്ല ഇഷ്ടമായി പൂവിട്ടത്. കാരണം ഫുൾ വീട്ടിലുണ്ടായിരുന്ന പൂക്കൾ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം പൂവിട്ടപ്പോൾ തന്നെ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ആദ്യത്തെ ചമ്മൽ തന്നെയാണ്. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കാറിൽ കയറിയിരുന്ന് റോഡ് വരെ എത്തി. അപ്പോഴാണ് എന്തോ ഒരു വ്യത്യാസം പോലെ ഉണ്ടല്ലോ ഓടിക്കുമ്പോൾ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ടയർ പഞ്ചറായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് ഓട്ടോ ഒക്കെ വിളിച്ച് വന്നു. എന്നിട്ട് ഉണ്ണി അമ്മമ്മ എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയി കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ അടുത്ത ചമ്മൽ അമ്പലം പൂട്ടിയിരിക്കുന്നു. ഞങ്ങൾ വൈകി എത്താനായിട്ട് ഒരു 10 മണിയൊക്കെ ആയി. ശരിക്കും അമ്പലം 11 മണി വരെയൊക്കെ വാറുണ്ട്, പക്ഷെ അടച്ചു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചമ്മി. അങ്ങനെ ഭയങ്കര തൊഴുകലാണ്. അമ്മമ്മയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് പുറത്ത് നിന്നിട്ടേ തൊഴുതുള്ളൂ, പിന്നെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലല്ലോ. അങ്ങനെ പുറത്തൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം തൊഴുത് അമ്മമ്മയും ഉണ്ണിയും എല്ലാവരുടെയും ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പം അവൻ ഇതാ കോയിനൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അവൻ എപ്പോൾ പോയാലും അങ്ങനെ ചെയ്യും. അപ്പോൾ അമ്പലത്തിൽ നല്ല പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. നട അടച്ചത് കൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറേ വീഡിയോസ് അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. എന്തായാലും ഇനി ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതാ പെട്ടെന്ന് ഞങ്ങളെ പൂജാരി വിളിച്ചിട്ട് ഉണ്ണിയുടെ കയ്യിൽ പായസമൊക്കെ കൊടുത്തു കേട്ടോ. എന്തായാലും വൈകി പോയത് കൊണ്ട് പായസമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നു. പിന്നെ വന്നപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് കുടിക്കാനൊന്നും പറ്റിയില്ല. പുറത്തുനിന്ന് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് വേഗം ഞങ്ങൾ വന്നത് ഞാൻ ലൈം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അന്ന് നമ്മളുടെ പായസം ചാലഞ്ചിൽ എനിക്ക് പായസം കിട്ടിയിരിക്കുകയാണ് കുടിക്കാനായിട്ട്. ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ണിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ 4 വെട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഓണൊക്കെ ആയില്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, കുറേ പേർക്ക് റീച്ച് ആവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നന്നായി.